So today we are going to discuss about the transfer characteristics of different clippers. So in the last lectures we have discussed about various clipping circuits like series clipper, shunt or parallel clipper, then positive or negative clipper, biased clippers and combination clippers. So in this class we are going to study how the transfer characteristics of those clippers are plotted. So what do you mean by a transfer characteristics? A transfer characteristics means it is a plot between the input and output. Input voltage output voltage തമ്മിലുള്ള ഒരു plot ആണ് transfer characteristics എന്ന് പറഞ്ഞത്. So we will see now for various clipper circuit how the transfer characteristics is plotted. So in this figure you can see what kind of clipper is this. This is a positive clipper, where you can see in the output waveform positive half cycle of the waveform is clipped. So we will plot the transfer characteristics for this. Okay, so ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഫസ്റ്റ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ എടുക്കുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ അല്ലേ. പോസിറ്റീവ് ഹാഫ് സൈക്കിൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം ഔട്ട്പുട്ട് വോൾട്ടേജ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുന്ന സമയത്ത് എന്താ കംപ്ലീറ്റ്ലി ക്ലിപ്ഡ് ഓഫ് ആണ്, കംപ്ലീറ്റ് ആയിട്ട് ക്ലിപ്പ് ചെയ്തിട്ടാണ് ഉള്ളത്. സോ അത് നമുക്ക് എങ്ങനെ പ്ലോട്ട് ചെയ്യും? നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഇവിടെ 4 ക്വാഡ്രന്റ് ഉണ്ട്. അതായത് ക്വാഡ്രന്റ് 1 ഇതാണ് ഫസ്റ്റ് ക്വാഡ്രന്റ്, ദെൻ സെക്കൻഡ് ക്വാഡ്രന്റ്, ദെൻ തേർഡ് ക്വാഡ്രന്റ്, ദെൻ ഫോർത്ത് ക്വാഡ്രന്റ്. 4 ക്വാഡ്രന്റ് ഇവിടെയുണ്ട്. ഫസ്റ്റ് ക്വാഡ്രന്റ്, സെക്കൻഡ് ക്വാഡ്രന്റ്, തേർഡ് ക്വാഡ്രന്റ് ആൻഡ് ഫോർത്ത് ക്വാഡ്രന്റ്. അപ്പോൾ ഫസ്റ്റ് ക്വാഡ്രന്റ് നോക്കുകയാണെങ്കിൽ യു ക്യാൻ സി ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ബോത്ത് ആർ പോസിറ്റീവ്. ഇൻപുട്ടും ഔട്ട്പുട്ടും പോസിറ്റീവ് ആണ്. അതായത് എക്സ് ആക്സിസിലും വൈ ആക്സിസിലും, എക്സ് ആക്സിസിൽ ഇൻപുട്ടോ വൈ ആക്സിസിൽ ഔട്ട്പുട്ടാണ് പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. സോ ഈ ഫസ്റ്റ് ക്വാഡ്രന്റിൽ ഇൻപുട്ട് വോൾട്ടേജ് ഔട്ട്പുട്ട് വോൾട്ടേജും പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. സെക്കൻഡ് ക്വാഡ്രന്റിൽ നോക്കുകയാണെങ്കിൽ ഇൻപുട്ട് നെഗറ്റീവും ഔട്ട്പുട്ട് പോസിറ്റീവാണ്. തേർഡ് ക്വാഡ്രന്റിൽ നോക്കുകയാണെങ്കിൽ ഇൻപുട്ട് നെഗറ്റീവും ഔട്ട്പുട്ടും രണ്ടും നെഗറ്റീവാണ്. ഫോർത്ത് ക്വാഡ്രന്റിൽ ഇൻപുട്ട് പോസിറ്റീവും ഔട്ട്പുട്ട് നെഗറ്റീവ്, അങ്ങനെ 4 ക്വാഡ്രന്റ് ആയിട്ട് ഇവിടെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. സോ നമുക്ക് എങ്ങനെ പ്ലോട്ട് ചെയ്യും എന്നുള്ളത് നോക്കാം. സോ ഇവിടെ നിങ്ങൾക്ക് നോക്കാം, പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുന്ന സമയത്ത് എന്താ ഇൻപുട്ട് പോസിറ്റീവ് ആണ്, ഇൻപുട്ട് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ആണ്, ഔട്ട്പുട്ട് എന്താ 0 ആണ്. അപ്പോൾ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് വേരി ചെയ്യുന്നത് എങ്ങനെയാണ്? എക്സ് ആക്സിസിന് എലോങ് ആണ്. ഔട്ട്പുട്ട് വേരി ചെയ്യുന്നത് വൈ ആക്സിസിന് എലോങ് ആണ്. അപ്പോൾ ഔട്ട്പുട്ട് വാല്യൂ എന്താ? ഈ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ ഔട്ട്പുട്ട് വാല്യൂ എന്താ? 0 എന്ന് പറഞ്ഞാൽ ഇവിടെയാണ്. ഓക്കെ, ഇൻപുട്ട് കൂടി വരികയാണ് അല്ലേ, പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഇൻപുട്ട് കൂടി വരികയാണ്. അപ്പോൾ എന്താ നമുക്ക് എങ്ങനെ പ്ലോട്ട് ചെയ്യാൻ പറ്റും? പോസിറ്റീവ് ഹാഫ് സൈക്കിള് നമ്മൾ എന്ത് കംപ്ലീറ്റ് ഇൻപുട്ട് സമയത്തും ഔട്ട്പുട്ട് എന്താ? 0. അപ്പം നമുക്ക് എങ്ങനെ പ്ലോട്ട് ചെയ്യാം? ഇങ്ങനെ പ്ലോട്ട് ചെയ്യാം. അതായത് ഇൻപുട്ട് എന്ത് കൊടുത്താലും ഔട്ട്പുട്ട് എന്താ? 0 ആണ്, അല്ലെങ്കിൽ ഔട്ട്പുട്ട് ക്ലിപ്ഡ് ആണ്. സോ നമുക്ക് ഇങ്ങനെ പ്ലോട്ട് ചെയ്യാം. പോസിറ്റീവ് ഹാഫ് സൈക്കിളിൻ്റെ കേസിൽ നമുക്ക് ഇങ്ങനെ പ്ലോട്ട് ചെയ്യാം. ഓക്കെ, ഇനി നെഗറ്റീവ് ഹാഫ് സൈക്കിൾ എടുക്കുക. നെഗറ്റീവ് ഹാഫ് സൈക്കിൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഇതാണ് നമ്മുടെ ഇൻപുട്ട് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ. നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുന്ന സമയത്ത് ഔട്ട്പുട്ടിലും നെഗറ്റീവ് ഹാഫ് സൈക്കിൾ എന്താണോ കൊടുത്തത് അത് കംപ്ലീറ്റ് തന്നെ ഔട്ട്പുട്ടിലും നമുക്ക് ഇവിടെ വരുന്നുണ്ട്. നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ഇൻപുട്ട് എന്താണോ കൊടുത്തത് അത് കംപ്ലീറ്റ് ഔട്ട്പുട്ടിലും വരുന്നുണ്ട്. സോ അപ്പോൾ എന്താ, ഇൻപുട്ട് ഏതൊരു വോൾട്ടേജ് കൊടുത്താലും ഔട്ട്പുട്ട് സെയിം വോൾട്ടേജ് തന്നെ ഉണ്ടാവും. അതായത് ഇൻപുട്ട് നെഗറ്റീവ് അല്ലേ, നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ എന്താ വി ഇൻ നെഗറ്റീവ് ആണ്, വി ഔട്ടും അപ്പോൾ നെഗറ്റീവ് ആണ് ഇവിടെ. അപ്പോൾ എന്താ, ഇൻപുട്ട് എന്താണോ കൊടുക്കുന്നത് അത് തന്നെയായിരിക്കും നമുക്ക് ഔട്ട്പുട്ടിലും കിട്ടേണ്ടത്. അതായത് നമ്മൾ ഇൻപുട്ട് -1 ആയി, ഇൻപുട്ട് -2 കൊടുത്തു, ഔട്ട്പുട്ട് -1 ആവണം, ഔട്ട്പുട്ട് -2 ആണ്. സോ ഇത് നമ്മൾ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ നമുക്ക് കിട്ടും? ഇത് നമ്മൾ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ എന്താ, ഇൻപുട്ട് എന്താണോ അത് തന്നെ നമുക്ക് ഔട്ട്പുട്ട് കിട്ടണം. ഇത് വരിക തേർഡ് ക്വാഡ്രന്റിൽ, ഇൻപുട്ടും ഔട്ട്പുട്ട് രണ്ടും നെഗറ്റീവാണ്, അപ്പോൾ തേർഡ് ക്വാഡ്രന്റിൽ വരിക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ്, അതായത് ഷണ്ട് പോസിറ്റീവ് ക്ലിപ്പറിൻ്റെ ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക. ക്ലിയർ അല്ലേ? ഇങ്ങനെ വരയ്ക്കുന്നതെന്ന് എക്സാക്റ്റ് ആയിട്ട് മനസ്സിലായില്ലേ? സോ നമുക്ക് അടുത്ത ക്ലിപ്പർ സർക്യൂട്ട് കാണാം. ഓക്കെ, ഷണ്ട് നെഗറ്റീവ് ക്ലിപ്പർ, ഷണ്ട് നെഗറ്റീവ് ക്ലിപ്പർ. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക,
പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ നമ്മൾ ഇൻപുട്ട് കൊടുത്തു, പോസിറ്റീവ് ആണ്. അപ്പോൾ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ ഔട്ട്പുട്ട് എങ്ങനെ വരുന്നത്? അതേപോലെ ഇൻപുട്ട് എന്താണോ കൊടുത്തത് അത് തന്നെ നമുക്ക് ഔട്ട്പുട്ടിലും വരുന്നത്. രണ്ടും പോസിറ്റീവാണ്. ഇപ്പോൾ രണ്ടും പോസിറ്റീവ് ആണ്. ഫസ്റ്റ് ക്വാഡ്രൻ്റ് ആണ്, ഈ ക്വാഡ്രൻ്റ് ആണ്. ഓക്കെ, ഇൻപുട്ട് എന്താണോ കൊടുത്തത് അത് തന്നെ നമുക്ക് ഔട്ട്പുട്ട് കിട്ടി. അപ്പോൾ എന്താ, നമുക്കൊരു സെയിം സ്ലോപ്പുള്ള ഒരു ലൈന് നമുക്ക് വരക്കാം. നമുക്ക് വരക്കാം. അതായത് ഇൻപുട്ട് എന്താണോ നമ്മൾ കൊടുക്കുന്നത് സെയിം തന്നെ നമുക്ക് ഔട്ട്പുട്ടിലും കിട്ടും അല്ലേ? ഇൻപുട്ട് എന്താണോ കൊടുക്കുന്നത് അത് തന്നെ. അതായത് ഇവിടെ ഇപ്പോൾ 1 വോൾട്ട് ആണെങ്കിൽ ഇവിടെയും നമുക്ക് 1 വോൾട്ട്, ഇവിടെ ഇപ്പോൾ 2 വോൾട്ട് ആണെങ്കിൽ ഇവിടെയും നമുക്ക് 2 വോൾട്ട്, 1 2. സിമിലർലി ഇവിടെ 1 2 അങ്ങനെ ഇൻക്രീസ് ചെയ്ത് പോകും. ഓക്കെ, അപ്പോൾ ഒരു മറ്റെന്താ, ഫസ്റ്റ് ക്വാഡ്രന്റിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് രണ്ടും പോസിറ്റീവ് ആണ്. ഇനി എന്താ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ നിങ്ങൾ നോക്കുക. നെഗറ്റീവ് ഹാഫ് സൈക്കിൾ എന്താ, ഇൻപുട്ട് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ മൈനസ് എക്സ് ആക്സിസ് ആണ് ഇപ്പുറത്തെ വരിക. അപ്പോൾ എന്താ, നമുക്ക് ഔട്ട്പുട്ട് എന്താ കിട്ടിയത്? 0. ഔട്ട്പുട്ട് നമുക്ക് 0. അപ്പോൾ ഇൻപുട്ട് മൈനസ് എക്സ് ആക്സിസ് ആണ്. ഇപ്പോൾ മൈനസ് എക്സ് ആക്സിസ് എന്ന് പറഞ്ഞാൽ ഇവിടെ. അപ്പോൾ ഔട്ട്പുട്ട് നമുക്ക് 0 പറഞ്ഞാൽ ഈ ലൈനിന് എലോങ് വരും. അപ്പോൾ നമ്മൾ പ്ലോട്ട് ചെയ്യുമ്പോൾ എന്താ, ഇങ്ങനെ വരും. മനസ്സിലായില്ലേ? ക്ലിയർ അല്ലേ? വളരെ സിമ്പിളാണ്, ഒന്നുമില്ല, ജസ്റ്റ് ഇത്. അപ്പോൾ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചിലപ്പോൾ ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ് ചോദിച്ചിട്ട് നമ്മൾ ഈ വേവ് ഫോം തിരിച്ച് വരക്കണം. എന്നിട്ട് ഈ വേവ് ഫോം വെച്ചിട്ട് നമ്മൾ സർക്യൂട്ട് വരക്കണം. അതായത് ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ് വരും, അത് വെച്ച് നമ്മൾ ഈ വേവ് ഫോം വരക്കേണ്ടി വരും. ഈ വേവ് ഫോം വെച്ചിട്ട് ഈ സർക്യൂട്ട്. സോ ഇത് വ്യക്തമായിട്ട് പഠിച്ചു വെക്കുക. ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന നേരെ റിവേഴ്സ് സ്റ്റെപ്പ് ഇങ്ങനെ വെച്ചിട്ട് റിവേഴ്സ് സ്റ്റെപ്പിലേക്ക് വരിക, എന്നിട്ട് നമ്മൾ സർക്യൂട്ട് വരയ്ക്കുക. അല്ലെങ്കിൽ സർക്യൂട്ട് തന്ന അതിൻ്റെ വേവ് ഫോം വരയ്ക്കുക, എന്നിട്ട് ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സിലേക്ക് വരിക. സോ ഈ രണ്ട് രീതിയിലും ഇത് ചോദിക്കുക. സോ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ തന്നെ വരച്ച് പ്രാക്ടീസ് ചെയ്ത് പഠിച്ചോളുക. ഓക്കെ, സോ രണ്ടെണ്ണം ഇപ്പോൾ നമ്മൾ കഴിഞ്ഞു. ഓക്കെ, നൗ തേർഡ് വൺ. ഇതെന്താ, ഒരു ബയാസ്ഡ് പോസിറ്റീവ് ക്ലിപ്പറാണ് അല്ലേ? ബയാസ്ഡ് പോസിറ്റീവ് ക്ലിപ്പറാണ് വിത്ത് പോസിറ്റീവ് ബയാസ്. ബയാസ്ഡ് പോസിറ്റീവ് ക്ലിപ്പർ വിത്ത് പോസിറ്റീവ് ബയാസ്, അതാണിത് ഇവിടെ. സോ ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു വോൾട്ടേജ് വി എന്ന് പറയുന്ന ഒരു 3 വോൾട്ടേജ് കൊടുത്തിട്ടുണ്ട്. ആ വോൾട്ടേജ് വെച്ചിട്ട് കറസ്പോണ്ടിങ് ഈ ഇൻപുട്ട് വേവ് ഫോം ഇവിടെ ക്ലിപ്പ് ചെയ്ത് പോകുന്നുണ്ട്. 3 വോൾട്ടിൽ ക്ലിപ്പ് ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്ക് നോക്കുക എങ്ങനെയാണ് നമ്മൾ പ്ലോട്ട് ചെയ്യാന്നുള്ള നോക്കുക. സോ ഇൻപുട്ട് ആദ്യം കൊടുക്കുന്ന സമയത്ത് ഏതാണ്, നമ്മൾ ആദ്യം ഇൻപുട്ട് കൊടുക്കുന്ന സമയത്ത് 0 1 2. ഇതിപ്പോൾ ഇവിടെ നോക്കുക, ഇവിടുന്ന് 0 തുടങ്ങി. 0 തുടങ്ങുമ്പോൾ എന്താ, ഇവിടെ 0 1 1 വോൾട്ടായി. 1 വോൾട്ട് ആകുമ്പോൾ ഇവിടെ നമുക്ക് 3 വോൾട്ട് അല്ലേ? ഇവിടെ വി എന്ന് പറയുന്നത് 3 വോൾട്ടേജ് ആണ് അല്ലേ? 3 വോൾട്ടേജ് ആണ്. അപ്പോൾ 3 വോൾട്ടേജ് ആവുന്ന സമയത്ത് എന്താ, ഇവിടെ മോർ പോസിറ്റീവ് ആണ്, ഇവിടെ നെഗറ്റീവ് ആണ്. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ ഡയോഡ് എന്താവും? ഡയോഡ് വിൽ ബി ഓപ്പൺ സർക്യൂട്ടഡ്. ഡയോഡ് ഓപ്പൺ സർക്യൂട്ട് ആകുമ്പോൾ എന്താണോ നമ്മൾ ഇൻപുട്ട് കൊടുത്തത് അത് തന്നെ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. സോ 3 വോൾട്ടേജ് വരെ എന്താണോ നമുക്ക് ഇൻപുട്ട് കൊടുത്തത് അത് തന്നെ നമുക്ക് ഔട്ട്പുട്ട് കിട്ടണം. സോ 3 വോൾട്ടേജ്, പോസിറ്റീവ് 3 വോൾട്ടേജ് വരെ എന്താണോ ഇൻപുട്ട് കൊടുത്ത് അത് തന്നെ നമുക്ക് ഔട്ട്പുട്ട് കിട്ടണം. ഏത് ഔട്ട്പുട്ട്? സോ നമ്മളിവിടെ എന്താ 3 വോൾട്ടേജ് മാർക്ക് ചെയ്യും. വോൾട്ടേജ് വരെ 3 വോൾട്ടേജ് വരെ ഇൻപുട്ട് എന്താണോ അത് തന്നെ നമുക്ക് ഔട്ട്പുട്ട് കിട്ടി. ഓക്കെ, ദെൻ 3 വോൾട്ടേജ് കഴിഞ്ഞതിന് ശേഷം എന്താ, ഇവിടെ ക്ലിപ്പായി. 3 വോൾട്ടേജ് കഴിഞ്ഞതിന് ശേഷം ഇവിടെ ക്ലിപ്പായി അല്ലേ? അപ്പോൾ 3 വോൾട്ടേജ് വരെ നമ്മൾ എന്താ പറഞ്ഞാൽ, ഇൻപുട്ട് എന്താണോ അത് തന്നെ നമുക്ക് ഔട്ട്പുട്ട് കിട്ടി. ഇൻപുട്ട് എന്താണോ അത് തന്നെ നമുക്ക് ഔട്ട്പുട്ട് കിട്ടി. അപ്പോൾ ഇങ്ങനെ വരും, സ്ട്രെയിറ്റ് സെയിം സ്ലോപ്പായിട്ട് നമുക്കൊരു വേവ് ഫോം ഇവിടെ വരക്കാൻ പറ്റും. ഇനി ഇൻപുട്ട് 3 വോൾട്ടേജ് ആയി കഴിഞ്ഞാൽ, 3 വോൾട്ടേജിന് മുകളിൽ പോയി കഴിഞ്ഞാൽ എന്താ, ഇതിവിടെ ക്ലിപ്പ് ആവണം. 3 വോൾട്ടേജിന് മുകളിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ക്ലിപ്പ് ആവണം അല്ലേ? ഓക്കെ, 3 വോൾട്ടേജിനെക്കാളും കൂടിക്കഴിഞ്ഞാൽ ഇവിടെ ക്ലിപ്പ് ആവണം. അപ്പോൾ ഇവിടെ ക്ലിപ്പ് ആവുക എന്ന് പറഞ്ഞാൽ നേരെ ഇങ്ങനെ വരും. 3 വോൾട്ടേജിനെക്കാളും കൂടിക്കഴിഞ്ഞാൽ ഇവിടെ ക്ലിപ്പ് ആവണം. അതായത് ഔട്ട്പുട്ട് വോൾട്ടേജ് പിന്നെ സെയിം ആണ്, 3 വോൾട്ടേജ് തന്നെയാണ്. ഓക്കെ, പിന്നെന്താ, നെഗറ്റീവ് ഹാഫ് സൈക്കിൾ നിങ്ങൾ നോക്കുക. നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ നമ്മൾ എന്താണോ കൊടുക്കുന്നത് അത് തന്നെ ഔട്ട്പുട്ടിൽ വരികയാണ്. എന്താണോ നമ്മൾ കൊടുക്കുന്നത്, ഇൻപുട്ട് എന്താണോ കൊടുക്കുന്നത് അത് തന്നെ നമുക്ക് ഔട്ട്പുട്ടിലേക്ക് വരികയാണ് നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ. അപ്പോൾ ഇവിടെ നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ എന്ന് പറഞ്ഞാൽ ഇൻപുട്ടും ഔട്ട്പുട്ടും രണ്ടും നെഗറ്റീവാണ്. ഏത് ക്വാഡ്രന്റിലാണ് വരിക? തേർഡ് ക്വാഡ്രന്റിലാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് രണ്ടും നെഗറ്റീവ് വരുന്നത്. അപ്പോൾ
ഇൻപുട്ട് എന്താണോ അതന്നെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഒരു സെയിം സ്ലോപ്പുള്ള ലൈൻ. അപ്പോൾ ഇവിടെ ഒരു സെയിം സ്ലോപ്പുള്ള ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ വരക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ 3 വോൾട്ടേജ് വരെ ഇൻപുട്ട് ഔട്ട്പുട്ട് സെയിം ആണ്. 3 വോൾട്ടേജ് കഴിഞ്ഞതിന് ശേഷം എന്താ, ഇൻപുട്ട് കൂടുന്തോറും ഔട്ട്പുട്ട് എന്താ ക്ലിപ്പായിട്ട് വരികയാണ്. ആ 3 വോൾട്ടേജിൽ ഔട്ട്പുട്ട് ക്ലിപ്പായിട്ട് വരും. അതാണ് ഇവിടെ. സോ ഇതാണ് എന്ത്, ബയാസ്ഡ് പോസിറ്റീവ് ക്ലിപ്പർ വിത്ത് പോസിറ്റീവ് ബയാസ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ബയാസ്ഡ് പോസിറ്റീവ് ക്ലിപ്പർ വിത്ത് നെഗറ്റീവ് ബയാസ്. ബയാസ്ഡ് പോസിറ്റീവ് ക്ലിപ്പർ വിത്ത് നെഗറ്റീവ് ബയാസ്. സോ ഇവിടെ എന്താ, നമ്മൾ ഇൻപുട്ട് ഇവിടെ എന്താ -3 വോൾട്ടേജ് ആണ് ഇവിടെയുള്ള റെഫറൻസ് വോൾട്ടേജ്, അല്ലെങ്കിൽ ബാറ്ററി വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ -3 വോൾട്ടേജ് ആണ്. ഓക്കെ, അപ്പോൾ എന്താ, ആദ്യം നമ്മൾ ഇൻപുട്ട് 0 കഴിഞ്ഞ് 0 1 വോൾട്ടേജ്. ഇപ്പോൾ 0 1 വോൾട്ടേജ് വന്നു കഴിഞ്ഞാൽ എന്താ, ഇവിടെ -3 വോൾട്ടേജ് ആണ്. -3 വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഇവിടെ -3 വോൾട്ടേജും ഇവിടെ ആനോഡിൽ എന്താ 1 വോൾട്ടേജ്. അപ്പോൾ ആനോഡ് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. ഇപ്പം കംപ്ലീറ്റ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ എന്താ, ആനോഡ് പോസിറ്റീവ് ആയിരിക്കും. ഡയോഡ് വിൽ ബി ഫോർവേഡ് ബയസ്. ഡയോഡ് ഫോർവേഡ് ബയസ് ആവുന്ന സമയത്ത് നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്താ, ഇവിടെയുള്ള ബാറ്ററി വോൾട്ടേജ് തന്നെയായിരിക്കും ഔട്ട്പുട്ട് വോൾട്ടേജ്. അപ്പോൾ ബാറ്ററി വോൾട്ടേജ് എന്താ, -3 വോൾട്ടേജ്. അപ്പോൾ കംപ്ലീറ്റ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ, അതായത് ഇവിടെയുള്ള ഇൻപുട്ടിലുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ നമുക്ക് ഔട്ട്പുട്ട് എന്തായിരിക്കും, ഔട്ട്പുട്ട് വിൽ ബി -3 വോൾട്ട്. ഔട്ട്പുട്ട് വിൽ ബി -3 വോൾട്ട് അല്ലേ, ഔട്ട്പുട്ട് -3 വോൾട്ട്. അപ്പോൾ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഇൻപുട്ട് പോസിറ്റീവ്, ഔട്ട്പുട്ട് മൈനസ്. അപ്പോൾ -3 വോൾട്ട് നമ്മൾ ഇവിടെ അടയാളപ്പെടുത്തണം. -3 വോൾട്ട് എന്നത് ഇവിടെയായിരിക്കും -3 വോൾട്ടേജ് വരുന്നത് അല്ലേ. ഔട്ട്പുട്ടിൽ -3 വോൾട്ടേജ് ഇവിടെ. ഓക്കെ, അപ്പോൾ എന്താ, -3 വോൾട്ടേജ് ഇൻപുട്ട് മറ്റേ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുന്ന സമയത്ത് ഔട്ട്പുട്ടിൽ എന്താ -3. ഇപ്പോൾ ഇൻപുട്ട് പോസിറ്റീവും ഔട്ട്പുട്ട് നെഗറ്റീവും വരുന്നത് ഏതാ, 4th ക്വാഡ്രന്റ് ആണ് അല്ലേ. ഇൻപുട്ട് പോസിറ്റീവും ഔട്ട്പുട്ട് നെഗറ്റീവും വരുന്ന 4th ക്വാഡ്രന്റ് ആണ്. ഇപ്പോൾ 4th ക്വാഡ്രന്റിൽ എന്താ, ഇൻപുട്ട് എങ്ങനെ വേരി ചെയ്താലും നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് -3 വോൾട്ടേജ്. അപ്പോൾ ഇവിടെ നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ വരക്കാം. സ്ട്രെയിറ്റ് ലൈൻ വരച്ചു. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്, ഇൻപുട്ട് പോസിറ്റീവ് ആണ്, ഔട്ട്പുട്ട് നെഗറ്റീവ് ആണ്. അതാണ് നമുക്ക് 4th ക്വാഡ്രന്റ് വന്നത്. അപ്പോൾ ഇൻപുട്ട് എങ്ങനെ വേരി ചെയ്താലും ഔട്ട്പുട്ട് എന്താ, -3 വോൾട്ടേജ് ആണ്. ഓക്കെ, ഇനി എന്താ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ. നെഗറ്റീവ് ഹാഫ് സൈക്കിളും നിങ്ങൾക്ക് കാണാം അപ് ടു -3 വോൾട്ടേജ്. അപ് ടു -3 വോൾട്ടേജ് എന്താണ്, നമുക്കെന്താ ഔട്ട്പുട്ട് എന്താ -3 വോൾട്ട് തന്നെയാണ്. -3 ഇതാ ഈ ഒരു ഭാഗം, അതായത് ഈ ഒരു ഭാഗത്ത് -3 വോൾട്ടേജ് ഇത്രയും ആകുന്ന സമയത്ത് എന്താ, നമുക്ക് ഇവിടെയുള്ള ഔട്ട്പുട്ട് വോൾട്ടേജും -3 വോൾട്ടേജ് തന്നെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോട്ട് ചെയ്യണം, അതായത് ഇൻപുട്ട് -3 വോൾട്ടേജ് ആകുന്ന സമയത്ത്, ഇൻപുട്ട് -3 വോൾട്ടേജ് ആകുന്ന സമയം വരെ, ഇൻപുട്ട് -3 വോൾട്ടേജ് ആവുന്ന സമയം വരെ എന്തായിരിക്കണം, ഔട്ട്പുട്ട് -3 വോൾട്ടേജ് തന്നെ ആയിരിക്കണം. ഇതാണ് ഇൻപുട്ട് -3 വോൾട്ടേജ്. ഇൻപുട്ട് -3 വോൾട്ടേജ് ആവുന്നവരെ ഔട്ട്പുട്ട് എന്താവണം, -3 വോൾട്ടേജ് തന്നെ. അപ്പോൾ എങ്ങനെ വരക്കാം, ഇത് നീട്ടി വരക്കാം അല്ലേ. ഇത് നീട്ടി വരക്കാം. ഇൻപുട്ട് -3 വോൾട്ടേജ് ആവുന്നവരെ ഔട്ട്പുട്ട് എന്താവണം, -3 വോൾട്ടേജ് തന്നെ ആവണം. അപ്പോൾ ഇത് നമ്മൾ നീട്ടി വരച്ചു. ഓക്കെ, ഇനി എന്താ, അതിനുശേഷം ഇൻപുട്ട് എന്താണോ അത് തന്നെയായിരിക്കും ഔട്ട്പുട്ട്. അതിനുശേഷം ഇൻപുട്ട് എന്താണോ അത് തന്നെയായിരിക്കും നമുക്ക് ഔട്ട്പുട്ട് വരുന്നത്. അപ്പോൾ അതങ്ങനെ വരക്കാം. ഇൻപുട്ട് എങ്ങനെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ രണ്ടും നെഗറ്റീവ് ആണ്. രണ്ടും നെഗറ്റീവ് വരുമ്പോൾ വീണ്ടും തേർഡ് ക്വാഡ്രന്റ്, ഇൻപുട്ടും ഔട്ട്പുട്ടും നെഗറ്റീവ് വരുന്ന തേർഡ് ക്വാഡ്രന്റ്. രണ്ടും സെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, സെയിം സ്ലോപ്പുള്ള ഒരു ലൈൻ നമുക്ക് താഴോട്ട് വരക്കാം. സെയിം സ്ലോപ്പുള്ള ഒരു ലൈൻ നമുക്ക് താഴോട്ട് വരക്കാം. സോ ഇതായിരിക്കും ഇതിൻ്റെ, അതായത് ബയാസ്ഡ് പോസിറ്റീവ് ക്ലിപ്പർ വിത്ത് നെഗറ്റീവ് ബയാസ്ഡിൻ്റെ ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, സോ നെക്സ്റ്റ് വൺ ഈസ് ബയാസ്ഡ് നെഗറ്റീവ് ക്ലിപ്പർ നെഗറ്റീവ് ബയാസ്ഡ്. ബയാസ്ഡ് നെഗറ്റീവ് ക്ലിപ്പർ നെഗറ്റീവ് ബയാസ്ഡ്. അപ്പോൾ ഇതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം നെഗറ്റീവ് ക്ലിപ്പറാണ്, നെഗറ്റീവ് ബയാസ്ഡ് ആണ്. അപ്പോൾ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ വരുന്ന സമയത്ത് നമുക്കറിയാം ഇവിടെ ഒരു ബാറ്ററി വോൾട്ടേജ്, ഇവിടെ എന്താ ബാറ്ററി വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -3 വോൾട്ടേജ് ആണ് അല്ലേ. അപ്പോൾ -3 വോൾട്ടേജ് ആണ് ഇവിടെ ഉള്ളത്.
അപ്പോൾ എന്താ എപ്പോഴും എന്തായിരിക്കും ആനോഡ് വോൾട്ടേജ് കാത്തോഡ് വോൾട്ടേജ് മോർ പോസിറ്റീവ് ദാൻ ആനോഡ് ആയിരിക്കും. ഏത് കേസിൽ? പോസിറ്റീവ് ഹാഫ് സൈക്കിളിൻ്റെ കേസിൽ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുന്ന സമയത്ത് എന്താണോ ആനോഡ് വോൾട്ടേജ്, ആ ആനോഡ് വോൾട്ടേജിനെക്കാളും കൂടുതലായിരിക്കും കാത്തോഡ് വോൾട്ടേജ്. കാരണം ഇവിടെ ആനോഡ് വോൾട്ടേജ് എന്താ -3 വോൾട്ടേജ് ആണ്. അപ്പോൾ -3 വോൾട്ടേജ് ആകുന്ന സമയത്ത് ആനോഡ് വോൾട്ടേജിനെക്കാളും കൂടുതലായിരിക്കും കാത്തോഡ് വോൾട്ടേജ്. ആ സമയത്ത് എന്ത് സംഭവിക്കും? ഇവിടെ എന്താ ഡയോഡ് എന്താവും? റിവേഴ്സ് ബയാസ് ആവും. ഡയോഡ് റിവേഴ്സ് ബയസ് ആവുന്ന സമയത്ത് എന്താണോ നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത് അത് തന്നെ നമുക്ക് ഔട്ട്പുട്ടിലേക്ക് കിട്ടും. അപ്പോൾ കംപ്ലീറ്റ് പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ എന്താണോ ഇൻപുട്ട് കൊടുക്കുന്നത് അത് തന്നെ നമുക്ക് ഔട്ട്പുട്ടിലേക്ക് കിട്ടും. ഇൻപുട്ട് എന്താണോ അത് തന്നെ നമുക്ക് ഔട്ട്പുട്ടിലേക്ക് വരും പോസിറ്റീവ് ഹാഫ് സൈക്കിൾ. ഓക്കെ, അപ്പോൾ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ എന്താ രണ്ടും പോസിറ്റീവാണ് അല്ലേ? ഇൻപുട്ട് ഔട്ട്പുട്ട് രണ്ടും പോസിറ്റീവാണ്. അപ്പോൾ എന്താ നമുക്ക് എങ്ങനെ വരക്കാം? ഇങ്ങനെ വരക്കാം. ഓക്കെ, നെഗറ്റീവ് ഹാഫ് സൈക്കിൾ നിങ്ങൾക്ക് നോക്കാം. നെഗറ്റീവ് ഹാഫ് സൈക്കിൾ -3 വോൾട്ടേജ് വരെ ഇൻപുട്ട് എന്താണോ അത് തന്നെയാണ് ഔട്ട്പുട്ട്. -3 വോൾട്ടേജ് വരെ ഇൻപുട്ട് എന്താണോ അത് തന്നെയാണ് ഔട്ട്പുട്ട്. അപ്പോൾ -3 വോൾട്ടേജ് ഇവിടെ -3 ഇൻപുട്ടും -3 വോൾട്ടേജ് ആകുന്നവരെ ഔട്ട്പുട്ട് ഇവിടെ -3 വോൾട്ടേജ് ആണ്. അപ്പോൾ ഇത് നമുക്ക് നീട്ടി വരക്കാം അല്ലേ? നീട്ടി വരച്ചു. -3 വോൾട്ടേജ് ആയി കഴിഞ്ഞതിന് ശേഷം എന്താ വീണ്ടും ഇൻപുട്ട് കൂടുന്ന സമയത്ത് എന്താ ഔട്ട്പുട്ട് എന്താ ക്ലിപ്പ് ചെയ്തു -3 വോൾട്ടേജിൽ ക്ലിപ്പ് ചെയ്ത് പോകുന്നുണ്ട്. ഔട്ട്പുട്ട് -3 വോൾട്ടേജിൽ ക്ലിപ്പ് ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ -3 വോൾട്ടേജിന് ശേഷം എന്താ നിങ്ങൾക്ക് കാണാം ഇൻപുട്ട് കൂടുന്ന സമയത്ത് ഔട്ട്പുട്ട് -3 തന്നെയാണ്. അപ്പോൾ എന്താ ഇത് ഇങ്ങനെ വരക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ബയാസ്ഡ് നെഗറ്റീവ് ക്ലിപ്പർ വിത്ത് നെഗറ്റീവ് ബയാസ്. ബയാസ്ഡ് നെഗറ്റീവ് ക്ലിപ്പർ വിത്ത് പോസിറ്റീവ് ബയാസ്. ബയാസ്ഡ് നെഗറ്റീവ് ക്ലിപ്പർ വിത്ത് പോസിറ്റീവ് ബയാസ് നിങ്ങൾ നോക്കാം. ഇവിടെ സർക്യൂട്ട് എക്സ്പ്ലനേഷൻ ഞാൻ പറയുന്നില്ല, നിങ്ങൾക്കറിയാം, ഓൾറെഡി പഠിച്ചാണ്. അതായത് ഇൻപുട്ട് 3 വോൾട്ടാണ് ഇവിടെയുള്ള 3 വോൾട്ടേജ് ആണ് ഇവിടെയുള്ള വോൾട്ടേജ് സോഴ്സ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇൻപുട്ട് 3 വോൾട്ടേജ് ആവുന്ന വരെ എന്താ ഔട്ട്പുട്ട് എന്താ ഇൻപുട്ട് 0 to 3 വോൾട്ടേജ് വരെ വേരി ചെയ്യുന്ന സമയത്ത് ഔട്ട്പുട്ട് എന്താ 3 വോൾട്ടേജ് തന്നെയാണ്. അതായത് ഇൻപുട്ട് 0 to 3 വരുന്ന സമയത്ത് ഔട്ട്പുട്ട് 3 വോൾട്ടേജ് ആണ്. അപ്പോൾ അത് നമ്മൾ അവിടെ മാർക്ക് ചെയ്ത് വെക്കണം. ഇൻപുട്ട് 0 to 3 ആവുന്ന രണ്ടും പോസിറ്റീവ് വാല്യൂ ആണ്. സോ ഇൻപുട്ട് 3 വോൾട്ടേജ് വരെ വേരി ചെയ്യുന്ന സമയത്ത് ഔട്ട്പുട്ട് 3 വോൾട്ടേജ് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ വരക്കാം അല്ലേ? ഇൻപുട്ട് 3 വോൾട്ടേജ്. പിന്നെ അതിനുശേഷം എന്താ ഇൻപുട്ട് കൂടുന്ന സമയത്ത് ഔട്ട്പുട്ടും കൂടുന്നുണ്ട്. ഇൻപുട്ടും ഔട്ട്പുട്ടും സെയിം, അതും പോസിറ്റീവ് ഹാഫ് സൈക്കിളിലാണ്. ഇൻപുട്ടും ഔട്ട്പുട്ടും സെയിം. അപ്പോൾ അതും നമുക്ക് വരയ്ക്കാം. സെയിം എന്ന് പറയുമ്പോൾ എന്താ സെയിം സ്ലോപ്പിൽ ക്വാഡ്രന്റ് 1 ഇൻപുട്ടും ഔട്ട്പുട്ടും സെയിം ആയിട്ട് നമുക്ക് വരക്കാം. ദെൻ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ നിങ്ങൾക്ക് കാണാം. എന്താണ് നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ എന്ത് കാണാം? അതായത് ഇൻപുട്ട് എന്താണോ അത് തന്നെ മീൻസ് എന്താ നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ എങ്ങനെ വേരി ചെയ്ത് കഴിഞ്ഞാൽ ഔട്ട്പുട്ട് എന്താ വരിക +3 വോൾട്ടേജിലാണ് വരുന്നത്. അപ്പോൾ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഇവിടെ -V സെക്കൻഡ് ക്വാഡ്രന്റിലെ വരിക. ഇൻപുട്ട് നെഗറ്റീവും ഔട്ട്പുട്ട് പോസിറ്റീവും വരുമ്പോൾ സെക്കൻഡ് ക്വാഡ്രന്റിലെ വരിക. അപ്പോൾ കോൺസ്റ്റന്റ് ആയിട്ട് 3 വോൾട്ടേജിൽ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ എന്താ അത് നമുക്ക് എങ്ങനെ പ്ലോട്ട് ചെയ്യാം? ഇങ്ങനെ പ്ലോട്ട് ചെയ്യാം. സോ ഇതാണ് ഇതിൻ്റെ ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ്. സോ ഇതും വളരെ സിമ്പിൾ, നിങ്ങൾ തന്നെ വരച്ചു നോക്കുക, ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റാവുന്നേ ഉള്ളൂ. സോ ദ ലാസ്റ്റ് വൺ, ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കോമ്പിനേഷൻ ക്ലിപ്പ്. ഇവിടെ നിങ്ങൾക്ക് നോക്കാം, ഒരു പോസിറ്റീവ് ബയാസ്ഡ് ക്ലിപ്പർ വിത്ത് +3 വോൾട്ട്, ഒരു നെഗറ്റീവ് ബയാസ്ഡ് ക്ലിപ്പർ വിത്ത് -4 വോൾട്ട്. അതാണ് ഇവിടെയുള്ള കോമ്പിനേഷൻ ക്ലിപ്പർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാം പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ എന്താ ആദ്യം ഇൻപുട്ടും ഔട്ട്പുട്ടും സെയിം അപ് ടു 3 വോൾട്ടേജ്. ഇൻപുട്ടും ഔട്ട്പുട്ടും സെയിം അപ് ടു 3 വോൾട്ടേജ്. അപ്പം നമുക്ക് ഇങ്ങനെ വരക്കാം, ഇൻപുട്ടും ഔട്ട്പുട്ടും സെയിം അപ് ടു 3 വോൾട്ടേജ്. ഇതാണ് നമ്മൾ 3 വോൾട്ടേജ് എന്ന് വെക്കുക. ഓക്കെ, ഇതാണ് നമ്മുടെ 3 വോൾട്ടേജ്. 3 വോൾട്ടേജ് ഇൻപുട്ട് ഔട്ട്പുട്ട് സെയിം 3 വോൾട്ടേജ്. ദെൻ അതിനുശേഷം നിങ്ങൾക്ക് കാണാം ഇവിടെ ക്ലിപ്പായി.
അതിനുശേഷം പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ക്ലിപ്പായി. അപ്പോൾ ക്ലിപ്പ് ആവുക എന്ന് പറഞ്ഞാൽ എന്താ, ഇൻപുട്ട് കൂടുന്നതിനനുസരിച്ച് ഔട്ട്പുട്ട് കോൺസ്റ്റൻറ്റ്, ഔട്ട്പുട്ട് 3 വോൾട്ടേജിൽ തന്നെ. അപ്പോൾ നമുക്കത് ഇങ്ങനെ വരക്കാം. ഓക്കെ, അങ്ങനെ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ കഴിഞ്ഞു. ദെൻ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ എന്താ, നെഗറ്റീവ് ഹാഫ് സൈക്കിൾ എന്താ, ഇൻപുട്ടും ഔട്ട്പുട്ടും സെയിം ആണ്. നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ഇൻപുട്ട് ഔട്ട്പുട്ട് സെയിം എന്ന് പറഞ്ഞാൽ രണ്ടും നെഗറ്റീവ് ആണ്. രണ്ടും നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ തേർഡ് ക്വാഡ്രന്റ് അപ് ടു ഏത് വോൾട്ടേജ്, -4 വോൾട്ടേജ് വരെ. അപ്പോൾ -4 വോൾട്ടേജ് നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക. -4 വോൾട്ടേജ് നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക. -4 വോൾട്ടേജ് വരെ ഇൻപുട്ടും ഔട്ട്പുട്ടും സെയിം. അപ്പോൾ ഏത് ക്വാഡ്രന്റിൽ, തേർഡ് ക്വാഡ്രന്റിൽ വരും. തേർഡ് ക്വാഡ്രന്റിൽ -4 വരെ ഇൻപുട്ടും ഔട്ട്പുട്ടും സെയിം. അപ്പോൾ അത് ഇവിടെ വരക്കാം. തേർഡ് ക്വാഡ്രന്റ് വരെ -4 വോൾട്ടേജ് വരെ ഇൻപുട്ട് ഔട്ട്പുട്ട് സെയിം. അതിനുശേഷം എന്താ, -4 വോൾട്ടേജിൽ ഔട്ട്പുട്ട് ക്ലിപ്പ് ആവാണ്. -4 വോൾട്ടേജിൽ ഔട്ട്പുട്ട് ക്ലിപ്പ് ആണെന്ന് പറഞ്ഞാൽ ഫർദർ ഇൻക്രീസ് ഇൻ ഇൻപുട്ട് ഔട്ട്പുട്ട് സെയിം ആയിട്ട് വരും. സോ ഇതായിരിക്കും ഇതിൻ്റെ ഒരു ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ്. സോ ഇതുപോലെ നിങ്ങളും ബാക്കിയുള്ള സർക്യൂട്ട്സിൻ്റെ ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ നിങ്ങൾ തന്നെ സ്വയം വരച്ചു വെക്കുക. സോ ദിസ് ഈസ് അബൌട്ട് ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡിഫറെൻറ്റ് ക്ലിപ്പർ സർക്യൂട്ട്. ഓക്കെ, നൗ some additional circuits and problem we will see. So here you can see this is one clipper circuit. This is a negative clipper circuit, and there we can see a voltage also is placed. So how the output of this clipper will be coming, we will see. Okay, so ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സർക്യൂട്ട് എപ്പോഴാണ് പോസിറ്റീവ് മീൻസ് എന്താ, ഫോർവേഡ് ബയാസ് ആവുക. അതായത് നമ്മളൊരു ഇൻപുട്ട് വോൾട്ടേജ് കൊടുക്കുന്നുണ്ട്, ഇവിടെ ഒരു വി എന്ന് പറയുന്ന ഒരു വോൾട്ടേജ് സോഴ്സും അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇൻപുട്ട് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള ഇനീഷ്യൽ പൊളാരിറ്റി എന്താ, ഇനീഷ്യൽ പൊളാരിറ്റി പറഞ്ഞാൽ പ്ലസ് മൈനസ് ആണ് അല്ലേ. അപ്പോൾ ആ ഒരു കേസിൽ നിങ്ങൾ ഇനീഷ്യലി നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയുള്ള വിൻ മൈനസ് വി, ഈ വിൻ മൈനസ് വി വോൾട്ടേജ് സീറോനേക്കാൾ, ഐഡിയൽ ഡയോഡ് ആണെങ്കിൽ സീറോനേക്കാളും കൂടിക്കഴിഞ്ഞാൽ മാത്രമേ ഇവിടെയുള്ള വിൻ മൈനസ് വി എന്ന് പറയുന്ന വോൾട്ടേജ് സീറോനേക്കാളും കൂടിക്കഴിഞ്ഞാൽ മാത്രമേ എന്ത് സംഭവിക്കുള്ളൂ, ഈ ഡയോഡ് ഫോർവേഡ് ബയസ് ആവുള്ളൂ. വിൻ കഴിഞ്ഞാലാണ് ഈ ഡയോഡ് ഫോർവേഡ് ബയസ് ആവുള്ളൂ എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം, വിൻ ഗ്രേറ്റർ ദാൻ വി. ഈ വിൻ ഇൻപുട്ട് വോൾട്ടേജ് ഗ്രേറ്റർ ദാൻ വി ആവുന്ന സമയത്ത് ഈ ഡയോഡ് ഫോർവേഡ് ബയസ് ആവുള്ളൂ അല്ലേ. അപ്പോൾ ഈ വി നമുക്ക് ഇവിടെ മാർക്ക് ചെയ്ത് വെക്കാം. ഇവിടെ വി എന്ന് പറയുന്ന ഒരു വോൾട്ടേജ് ലെവൽ ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചു. ഓക്കെ, ഈ വേവ് ഫോമിൽ വി എന്ന് പറയുന്ന വോൾട്ടേജ് ലെവൽ ഈ ബ്ലൂ ലൈനിൽ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചു അല്ലേ. ഈ വി എന്ന് പറഞ്ഞ എന്താ പറയുക, വോൾട്ടേജ് ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ നോക്കുക, വിൻ ഗ്രേറ്റർ ദാൻ വി ആണ് ഫോർവേഡ് ബയസ് ആവുക അല്ലേ. അപ്പോൾ വിൻ ലെസ് ദാൻ വി, പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ വിൻ ലെസ് ദാൻ വിയിൽ എന്ത് സംഭവിക്കും, എപ്പോഴും ഈ പറഞ്ഞ ഡയോഡ് വിൽ ബി റിവേഴ്സ് ബയാസ്. അപ്പോൾ വിൻ ലെസ് ദാൻ വി എവിടെയൊക്കെ വരുന്നുണ്ട്, ഇവിടുന്ന് മുതൽ ഇവിടെ വരെ, അതായത് ഇവിടുന്ന് മുതൽ ഇവിടെ വരെ വിൻ ലെസ് ദാൻ വി അല്ലേ. അതുപോലെ ഇവിടുന്ന് മുതൽ ഇവിടെ വരെ ഇതും വിൻ ലെസ് ദാൻ വി ആണ്. ഓക്കെ, സോ ആ ഒരു ടൈമിൽ എന്തായിരിക്കും, ഔട്ട്പുട്ട് എന്തായിരിക്കും, നമുക്ക് സീറോ ആയിരിക്കും. കാരണം ഇത് ഓപ്പൺ സർക്യൂട്ടായിട്ട് ആക്ട് ചെയ്യും, ഔട്ട്പുട്ട് സീറോ ആയിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. ഓക്കെ, ഈ റെഡ് വെച്ച് വരച്ച കണ്ടില്ലേ, അതാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. ഓക്കെ, നൗ വിൻ ഗ്രേറ്റർ ദാൻ വി ആവുന്ന സമയത്ത് എന്താ നമ്മൾ പറഞ്ഞു, ഡയോഡ് ഫോർവേഡ് ബയസ് ആയിരിക്കും. അപ്പം നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്ന വോൾട്ടേജ് എന്തായിരിക്കും, അതായത് ഈ വിൻ മൈനസ് വി വോൾട്ടേജ് ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. ഡയോഡ് ഐഡിയൽ ആണെങ്കിൽ വിൻ മൈനസ് വി എന്ന് പറയുന്ന വോൾട്ടേജ് ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്നത് അല്ലേ. ഇതിൻ്റെ രണ്ടിൻ്റെ ഡിഫറൻസ് ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്നത്. കാരണം ഡയോഡ് എന്താവും, ഒരു ഷോർട്ട് സർക്യൂട്ടായിട്ട് ആക്ട് ചെയ്യും. ഐഡിയൽ ഡയോഡാണ്, അപ്പോൾ സീറോ ഡ്രോപ്പ് ആണ്. ഓക്കെ, സോ അപ്പോൾ നമ്മൾ വേവ് ഫോം വരക്കുമ്പോൾ ഇവിടെ എന്താ, പീക്ക് വാല്യൂ എന്ന് പറഞ്ഞാൽ വി എം ആണ്. അപ്പോൾ വി എം മൈനസ് വി ആയിരിക്കും നമുക്ക് ഇവിടെ കിട്ടുന്ന ഔട്ട്പുട്ട്. അപ്പോൾ അത് നമ്മൾ എങ്ങനെ വരക്കും, ഇങ്ങനെ നമുക്ക് വരക്കാം. മീൻസ് പീക്ക് കുറച്ച് കുറയും. വിൻ മൈനസ് വി ആയിരിക്കും ഇതിൻ്റെ പീക്ക് എന്ന് പറയുന്നത്, വി എം മൈനസ് വി ആയിരിക്കും ഇതിൻ്റെ പീക്ക് വരുന്നത്. സോ അത് ഇങ്ങനെ വരും. ഓക്കെ, ഇനി നെഗറ്റീവ് ഹാഫ് സൈക്കിളിൻ്റെ കേസിലോ, നെഗറ്റീവ് ഹാഫ് സൈക്കിളിൻ്റെ കേസിൽ എന്താ സംഭവിക്കുക, നെഗറ്റീവ് ഹാഫ് സൈക്കിളിൻ്റെ കേസിൽ എന്താ, ഇവിടെ നെഗറ്റീവ് വോൾട്ടേജ് വന്നാൽ എപ്പോഴും ഈ ഡയോഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും, റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷനിലായിരിക്കും. റിവേഴ്സ് ബയാസ് കണ്ടീഷനിലാകുമ്പോൾ നമുക്ക് എന്താ, ഔട്ട്പുട്ട് വോൾട്ടേജ് സീറോ ആയിരിക്കും. കാരണം മറ്റേ വിൻ മൈനസ് വി ഗ്രേറ്റർ ദാൻ സീറോ ആയാലും മാത്രമേ ഇത്
ഫോർവേഡ് ബയസ് ആവുള്ളൂ. അപ്പോൾ ഇവിടെ എന്താ നെഗറ്റീവ് ബയസിൽ എന്താ കംപ്ലീറ്റ് നെഗറ്റീവ് ആണ്. അപ്പോൾ എന്താ ഈ ഡയോഡ് ഒരിക്കലും നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ ഫോർവേഡ് ബയസ് ആവാൻ പോകുന്നില്ല. നമുക്കപ്പോൾ ഔട്ട്പുട്ട് എന്ത് വരും? കംപ്ലീറ്റ്ലി സീറോ വരിക. അപ്പോൾ നമുക്ക് എന്താ നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ ഔട്ട്പുട്ട് കംപ്ലീറ്റ് സീറോ ആണ് വരിക. ഓക്കെ. അപ്പോൾ സോ അതിൻ്റെ ഫൈനൽ പ്ലോട്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരും. അതായത് ഇനീഷ്യലി വി ആവുന്ന വരെ ഔട്ട്പുട്ട് എന്തായിരിക്കും? സീറോ ആയിരിക്കും. വി കഴിഞ്ഞതിന് ശേഷം എന്ത് സംഭവിക്കും? വി കഴിഞ്ഞതിന് ശേഷം എന്താ നമുക്ക് വോൾട്ടേജ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യും. അതിൻ്റെ പീക്ക് വാല്യൂ എന്ന് പറയുന്നത് വി എം മൈനസ് വി. വി എം മൈനസ് എന്ന് പറഞ്ഞാൽ വി എം ആണ് നമ്മുടെ ഇൻപുട്ട് വോൾട്ടേജ് കൊടുത്തിരിക്കുന്നത്, വി ആണ് നമ്മൾ അവിടെ കൊടുത്തിരിക്കുന്ന റെഫറൻസ് വോൾട്ടേജ് സോഴ്സ്. പിന്നെ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ എന്താവും? അത് കംപ്ലീറ്റ് ക്ലിപ്പായിട്ട് പോകും. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ ഔട്ട്പുട്ട് വേവ് ഫോം. ഇത് മനസ്സിലായെന്ന് കരുതുന്നു. ഓക്കെ. നൗ വേറൊരു ചോദ്യം. ഫോർ എ ഗിവൺ സർക്യൂട്ട് assume that Zener diode is ideal with the breakdown voltage 5 volt. Find out the output waveform across the resistor R. ഈ റെസിസ്റ്റർ ആറിന് അക്രോസ് ഉള്ള ഔട്ട്പുട്ട് വേവ്ഫോം കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒരു സെനർ ഡയോഡാണ്. ഓക്കെ. അപ്പോൾ ഈ സെനർ ഡയോഡിൻ്റെ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ഇവിടെ തന്നിട്ടുണ്ട് 5 വോൾട്ടേജ് ആണ്. 5 വോൾട്ടേജ് ആണ് ഇവിടെയുള്ള സെനറിൻ്റെ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് തന്നിരിക്കുന്നത്. സോ സെനറിൽ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്, അത് എന്താണെന്നുള്ളത് നോക്കാം. അപ്പം സെനർ ഡയോഡ് റിവേഴ്സ് ബയാസ്ഡ് ആയിരിക്കുന്ന കേസിൽ, റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷൻ കേസിൽ, സെനർ ഡയോഡിൻ്റെ റിവേഴ്സ്ഡ് ബയാസ്ഡ് കണ്ടീഷൻ കേസിൽ വിൻ ലെസ് ദാൻ വി സെഡ് ആണെങ്കിൽ, വിൻ ലെസ് ദാൻ വി സെഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സെനർ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്, സെനർ വോൾട്ടേജ് ഇഫ് ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഇൻപുട്ട് വോൾട്ടേജിനേക്കാളും കൂടുതലായിട്ട് സെനർ വോൾട്ടേജ് വരികയാണെങ്കിൽ സർക്യൂട്ട് വിൽ ബി ഓപ്പൺ സർക്യൂട്ടഡ്. അതായത് ഈ സെനർ ഡയോഡ് വിൽ ബി ഓപ്പൺ, ഇറ്റ് വിൽ ആക്ട് ആസ് എൻ ഓപ്പൺ സർക്യൂട്ടഡ്. ഇനി റിവേഴ്സ് ബയസ്ഡ് കണ്ടീഷനിൽ വി ഇൻ ഗ്രേറ്റർ ദാൻ വി സെഡ് ആണെങ്കിൽ, വി ഇൻ ഇൻപുട്ട് വോൾട്ടേജ് ഈ സെനർ വോൾട്ടേജിനേക്കാളും കൂടുകയാണെങ്കിൽ ഇറ്റ് വിൽ ആക്ട് ആസ് എൻ വോൾട്ടേജ് സോഴ്സ് വി സെഡ്. ഇവിടെയുള്ള സെനർ ഡയോഡ് വിൽ ആക്ട് ആസ് എ വോൾട്ടേജ് സോഴ്സ് വി സെഡ് എന്ന് പറഞ്ഞ ഒരു വോൾട്ടേജ് സോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യും ഇവിടെ. ഇനി ഫോർവേഡ് ബയാസ് കണ്ടീഷനിലാണെങ്കിൽ സെനർ ഡയോഡ് ഫോർവേഡ് ബയസ്, ഇത് റിവേഴ്സ് ബയാസിലുള്ള കണ്ടീഷനാണ് പറഞ്ഞത്. സെനർ ഡയോഡ് ഫോർവേഡ് ബയസ് കണ്ടീഷനിലാണെങ്കിൽ അതൊരു നോർമൽ ഡയോഡായിട്ട് ആക്ട് ചെയ്യും, നോർമൽ ഡയോഡായിട്ട് ആക്ട് ചെയ്യും. സോ എന്താ ഈ നോർമൽ സെനർ ഡയോഡ് നോർമൽ ഡയോഡായിട്ട് ആക്ട് ചെയ്യുമ്പോൾ ഐഡിയൽ ആയിരിക്കണം, അതായത് അതിൻ്റെ ഡ്രോപ്പ് സീറോ ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. സെനർ ഡയോഡ് ഇസ് ഐഡിയൽ വിത്ത് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ഓഫ് 5 വോൾട്ടേജ് വി. അപ്പോൾ നമുക്ക് ഈ സർക്യൂട്ട് അനലൈസ് ചെയ്യും. ഓക്കെ. സോ ഈ ഒരു കണ്ടീഷൻസ് ആലോചിച്ച് വെക്കുക. വി ഇൻ ലെസ് ദാൻ വി സെഡ് ആകുമ്പോൾ, റിവേഴ്സ് ബയസിൽ വി ഇൻ ലെസ് ദാൻ വി സെഡ് ആകുമ്പോൾ സെനർ ഡയോഡ് വിൽ ആക്ട് ആസ് എൻ ഓപ്പൺ സർക്യൂട്ട്. ദെൻ വി ഇൻ ഗ്രേറ്റർ ദാൻ വി സെഡ് ആവുന്ന സമയത്ത് ഇറ്റ് വിൽ ആക്ട് ആസ് എ വോൾട്ടേജ് സോഴ്സ്. ഫോർവേഡ് ബയസ് കണ്ടീഷനിൽ ഇറ്റ് വിൽ ആക്ട് ആസ് എ ഷോർട്ട് സർക്യൂട്ടഡ് നോർമൽ ഡയോഡ്. ഓക്കെ. സോ ഫസ്റ്റ് കേസിൽ വി ഇൻ ലെസ് ദാൻ 5 വോൾട്ട്. അപ്പോൾ നമുക്കറിയാം ഇതാണ് നമ്മുടെ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ 10 വോൾട്ടാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ 20 വോൾട്ട് പീക്ക് ടു പീക്ക് ആയിരിക്കും നമുക്ക് ഇവിടെ കിട്ടുന്ന സൈൻ വേവ്. അപ്പോൾ അതാണ് നമ്മൾ വരച്ചിരിക്കുന്നത്. 10 വോൾട്ട് വെച്ചിട്ടുള്ള ഒരു 20 വോൾട്ട് പീക്ക് ടു പീക്ക് ഉള്ള ഒരു സൈൻ വേവ് ഇവിടെ വരച്ചു. സോ ഇനീഷ്യലി പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ സെനർ ഡയോഡ് റിവേഴ്സ് ബയാസ് കണ്ടീഷനിലായിരിക്കും. പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ സെനർ ഡയോഡ് റിവേഴ്സ്ഡ് ബയാസ്ഡ് കണ്ടീഷനിലായിരിക്കും. അപ്പം നമ്മൾ ഈ രണ്ട് കേസാണ് നോക്കുക, ഈ ഫസ്റ്റ് 2 കേസസ് ആണ് നോക്കുക. അപ്പോൾ എന്താ 0 to 5 വോൾട്ട് വരെ എന്താണ് സെനർ വോൾട്ടേജ് വിൽ ബി ഗ്രേറ്റർ ദാൻ വി ആയിരിക്കില്ലേ. ഇവിടെ നമ്മൾക്ക് തന്നിരിക്കുന്നത് 5 വോൾട്ടേജ് ആണ് ഇവിടെ സെനർ ഡയോഡ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് തന്നിരിക്കുന്നത്. അപ്പോൾ സെനർ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് 5 വോൾട്ടേജ് ഈസ് ഗ്രേറ്റർ ദാൻ വി ഇൻ. അതായത് ഇൻപുട്ട് നമ്മൾ 0 എന്നല്ല തുടങ്ങുന്നത്, ഇൻപുട്ട് 0 എന്ന് തുടങ്ങി 5 വോൾട്ടേജ് ആവുന്ന വരെ എന്താ സെനർ ഡയോഡ് വോൾട്ടേജ് ആണ് കൂടുതൽ. അപ്പോൾ സെനർ ഡയോഡ് വോൾട്ടേജ് കൂടുതലാകുമ്പം ഈ ഒരു സെനർ ഡയോഡ് എന്തായിട്ട് ആക്ട് ചെയ്യുമെന്ന് പറയുന്നത് ഓപ്പൺ സർക്യൂട്ടായിട്ട് ആക്ട് ചെയ്യുമെന്ന് പറയുന്നത്. അപ്പോൾ 0 to 5 വോൾട്ടേജ് എന്താ സംഭവിക്കുക? 0 to 5 വോൾട്ടേജ് എന്താ നമുക്ക് ഈ പറഞ്ഞ സെനർ ഡയോഡ് ഓപ്പൺ സർക്യൂട്ട് ആയിരിക്കും. ഔട്ട്പുട്ട് എന്തായിരിക്കും? ഔട്ട്പുട്ട് ഒന്നും നമുക്ക് വരില്ല. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. 0 to 5 വോൾട്ടേജ് ഔട്ട്പുട്ട് നമുക്കൊന്നും വരില്ല. ഓക്കെ, ക്ലിയർ അല്ലേ? സെനർ ഡയോഡ് എന്താ ഓപ്പൺ സർക്യൂട്ട് ആവും, ഔട്ട്പുട്ടിൽ നമുക്ക് ഒന്നും കിട്ടില്ല. അതാണ് ഫസ്റ്റ് കേസ്. ഓക്കെ. നൗ സെക്കൻഡ് കേസ് എന്താണ്? 5 വോൾട്ടേജിനേക്കാളും കൂടിക്കഴിഞ്ഞാൽ അല്ലേ, 5 വോൾട്ടേജിനേക്കാളും കൂടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് 5 വോൾട്ടേജിനേക്കാളും കൂടിക്കഴിഞ്ഞാൽ, അതായത് വി ഇൻ ഗ്രേറ്റർ ദാൻ 5 വോൾട്ടേജ് സെനർ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ആണെങ്കിൽ
Zener diode will be acting as a voltage source with VZ. അതായത് ഒരു VZ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സെനർ വോൾട്ടേജ് പറഞ്ഞാൽ 5 വോൾട്ടേജ് ആയിട്ടുള്ള ഒരു വോൾട്ടേജ് സോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ നമുക്കെന്താ ഇവിടെയുള്ള ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള പൊളാരിറ്റി നമുക്കറിയാം എങ്ങനെയാ, ഇത് പ്ലസ് മൈനസ് ആണ് അല്ലേ, ഇവിടെ പ്ലസ് മൈനസ്, ഇവിടെ പ്ലസ് മൈനസ്. അപ്പോൾ നമ്മൾ വി ഇൻ പോസിറ്റീവ് ആയിട്ട് എടുക്കുന്നതാണെങ്കിൽ ഇവിടെ എന്താ ഓപ്പോസിറ്റ് പൊളാരിറ്റിയാണ്, വി ഇൻ മൈനസ് 5 ആയിരിക്കും നമുക്ക് എന്താ വി ഇൻ മൈനസ് 5 ആയിരിക്കും നമുക്ക് ഇവിടെ കിട്ടുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് വി ഇൻ മൈനസ് 5 ആയിരിക്കും. അത് നമ്മൾ എങ്ങനെ പ്ലോട്ട് ചെയ്യും? 5 വോൾട്ടേജ് കഴിഞ്ഞ് ഇനീഷ്യലി എന്താ നമുക്ക് നേരത്തെ ഇങ്ങനെയാണ് കിട്ടിയത്. ഓക്കെ, അതിനോടൊപ്പം ഇവിടെ ഇങ്ങനെ വി ഇൻ മൈനസ് 5 വോൾട്ടേജ് ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. അപ്പോൾ ഒരു വി ഇൻ മൈനസ് 5 വോൾട്ടേജ് ഉള്ള ഒരു സൈൻ വേവ് ആയിട്ട് നമുക്ക് ഇവിടെ ഔട്ട്പുട്ട് കിട്ടും അല്ലേ, ഔട്ട്പുട്ട് കിട്ടും. ഇനി ഇവിടെ എത്തുന്ന സമയത്ത് എന്താ വീണ്ടും എന്താ ഔട്ട്പുട്ട് എന്താ സെനർ വോൾട്ടേജ് കൂടി നമ്മുടെ ഇൻപുട്ട് വോൾട്ടേജ് കുറഞ്ഞു. സെനർ വോൾട്ടേജ് കൂടി ഇൻപുട്ട് വോൾട്ടേജ് കുറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഔട്ട്പുട്ട് എന്താ ഇവിടെ ഡയോഡ് ഓപ്പൺ സർക്യൂട്ട് ആവും, ഔട്ട്പുട്ട് ഒന്നും കിട്ടില്ല, ഔട്ട്പുട്ട് വിൽ ബി 0. അപ്പോൾ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ കഴിഞ്ഞു. ഇനി നെഗറ്റീവ് ഹാഫ് സൈക്കിൾ എന്താ, നമ്മുടെ സെനർ ഡയോഡ് ഫോർവേഡ് ബയാസ് ആവും, എന്താവും ഷോർട്ട് സർക്യൂട്ട് ആവും. ഇറ്റ് വിൽ ആക്ട് എസ് എ നോർമൽ ഡയോഡ്. ഓക്കെ, സോ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വന്നു, അതായത് വി ഇൻ ലെസ് ദാൻ 0 വോൾട്ട്. നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വന്ന സമയത്ത് എന്ത് സംഭവിക്കും? സെനർ ഡയോഡ് വിൽ ബി ആക്ടിങ് ആസ് എ ഫോർവേഡ് ബയാസ് ഡയോഡ് ആൻഡ് ഇറ്റ് വിൽ ആക്ട് ആസ് എ നോർമൽ ഡയോഡ്. അപ്പോൾ എന്താവും, നോർമൽ ഡയോഡായിട്ട് ആക്ട് ചെയ്യുന്ന സമയത്ത്, ഫോർവേഡ് ബയാസ് നോർമൽ ഡയോഡായിട്ട് ആക്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സെനർ ഡയോഡ് എന്താവും, ഒരു ഷോർട്ട് സർക്യൂട്ടഡ് പാത്ത് ആവും. ഷോർട്ട് സർക്യൂട്ട് പാത്ത് ആയി കഴിഞ്ഞാൽ എന്താണോ നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത് അത് തന്നെ നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടും. അപ്പോൾ എന്താ റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷനിൽ എന്താണ് ഇൻപുട്ട് കൊടുക്കുന്നത് അത് തന്നെ നമുക്ക് ഔട്ട്പുട്ടിലേക്ക് കിട്ടും അല്ലേ. അപ്പോൾ നേരത്തെ വരച്ച ഫിഗറും ഒക്കെ കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? ഇങ്ങനെ നമുക്കൊരു ഔട്ട്പുട്ട് വേവ് ഫോം കിട്ടും അല്ലേ. അതായത് സെനർ വോൾട്ടേജിനേക്കാളും കുറയുന്ന സമയത്ത് ഔട്ട്പുട്ട് 0 ഫോർവേഡ് ബയസ് കണ്ടീഷനിൽ, സെനർ വോൾട്ടേജിനേക്കാളും കൂടിയ സമയത്ത് നമുക്ക് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ വി ഇൻപുട്ട് മൈനസ് ദാറ്റ് സെനർ വോൾട്ടേജ്. ഓക്കെ, പിന്നെ പിന്നെ സെനർ ഡയോഡ് ഫോർവേഡ് ബയാസ് ആകുമ്പോൾ എന്താണോ നമ്മൾ ഇൻപുട്ട് കൊടുത്തത് അത് കംപ്ലീറ്റ് നമുക്ക് ഔട്ട്പുട്ടിലേക്ക് കിട്ടുന്നു. അതാണ് ഇവിടെ പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. സോ ഇതാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് വേവ് ഫോം. സോ സെനർ ഡയോഡിൻ്റെ പ്രോപ്പർട്ടി പഠിച്ചു വെക്കുക, പിന്നെ ജസ്റ്റ് നമ്മൾ നേരത്തെ പഠിച്ച കാര്യങ്ങൾ അപ്ലൈ ചെയ്യുക, അത്രയേ ഉള്ളൂ. ഓക്കെ, സോ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. സോ നെക്സ്റ്റ് വൺ, ഫോർ ദ ഗിവൺ സർക്യൂട്ട് അസ്യൂം ദാറ്റ് ദ ഡയോഡ് ഈസ് ഐഡിയൽ ഡയോഡ്. ഫൈൻഡ് ദ ഔട്ട്പുട്ട് വേവ് ഫോം ഓഫ് ദ സർക്യൂട്ട്. ഇതൊരു ഐഡിയൽ ഡയോഡായിട്ട് കൺസിഡർ ചെയ്യുക, ഔട്ട്പുട്ട് വേവ് ഫോം കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ തന്ന ഇൻപുട്ട് എന്താ, ഒരു ട്രയാങ്കുലർ വേവ് ആണ് നമുക്കിവിടെ ഇൻപുട്ട് കിട്ടിയത്. 24 വോൾട്ട് പീക്ക് ടു പീക്ക്, -12 വോൾട്ടും +12 വോൾട്ട്, 24 വോൾട്ട് പീക്ക് ടു പീക്ക് ഉള്ള ഒരു ട്രയാങ്കുലർ വേവ് ആണ് നമുക്ക് ഇൻപുട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഡയോഡ് കോമ്പിനേഷൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഇതെന്താണ്, എന്ത് ക്ലിപ്പറാണ്? ഒരു നെഗറ്റീവ് ക്ലിപ്പറാണ് വിത്ത് പോസിറ്റീവ് ബയാസ്. നെഗറ്റീവ് ക്ലിപ്പർ വിത്ത് പോസിറ്റീവ് ബയാസ് ആണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ സർക്യൂട്ട്. അപ്പോൾ നമുക്ക് സർക്യൂട്ടിൽ കണ്ടാൽ തന്നെ അറിയാം, ഇനീഷ്യലി ഇവിടെ 5 വോൾട്ടേജ് ആണല്ലോ, ഇതാണ് നമ്മുടെ കാത്തോഡ് അല്ലേ, ഇതാണ് നമ്മുടെ ആനോഡ്, ഇതാണ് നമ്മുടെ ആനോഡ് അല്ലേ, ഇതാണ് നമ്മുടെ കാത്തോഡ്. സോ ഇവിടെ എന്താ, ആനോഡിൽ 5 വോൾട്ടേജ് ഉണ്ട്. ഇനീഷ്യലി കാത്തോഡിൽ എന്താ 0 വോൾട്ടേജ് അങ്ങനെ തുടങ്ങും, 0, 1, 2, 3, 4, 5 അങ്ങനെ പോകും. അപ്പോൾ എന്താ, ഇനീഷ്യലി 0 to 5 വോൾട്ടേജ് ആവുന്ന വരെ എന്താ ഈ ഡയോഡ് എന്താ ഫോർവേഡ് ബയസ് ആയിരിക്കും. ഫോർവേഡ് ബയസ് ആവുന്ന പറഞ്ഞാൽ ഇത് ഒരു ഷോർട്ട് സർക്യൂട്ടായിട്ട് ആക്ട് ചെയ്യും. 0 to 5 വോൾട്ടേജ് വരെ ഇതൊരു ഷോർട്ട് സർക്യൂട്ടായിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ എന്താ, ഷോർട്ട് സർക്യൂട്ടായിട്ട് ആക്ട് ചെയ്യുമ്പോൾ എന്താ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള 5 വോൾട്ടേജ് ആയിരിക്കും. ഓക്കെ, സോ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ അവിടെയുള്ള 5 വോൾട്ടേജ് തന്നെ ആയിരിക്കും. അപ്പോൾ അതാണ് ഇവിടെ ഇപ്പോൾ വരച്ചിരിക്കുന്നത്. ഇനി എന്താ, 5 വോൾട്ടേജിനേക്കാളും കൂടി ഇൻപുട്ട് 5 വോൾട്ടേജിനേക്കാളും കൂടിയാൽ എന്ത് സംഭവിക്കും? കാത്തോഡ് മോർ പോസിറ്റീവ് ആണ്. അപ്പോൾ എന്താ, നമ്മൾ ഈ ഡയോഡ് എന്ന് പറയുന്നത് ഓപ്പൺ സർക്യൂട്ട് ആവും. ഓപ്പൺ സർക്യൂട്ട് ആയി കഴിഞ്ഞാൽ എന്താണ് ഇൻപുട്ട് അത് തന്നെ നമുക്ക് ഔട്ട്പുട്ടിലേക്ക് കിട്ടും. അപ്പോൾ 5 വോൾട്ടേജിനേക്കാളും കൂടിയപ്പോൾ ഡയോഡ് ഓപ്പൺ സർക്യൂട്ടായി. അപ്പോൾ എന്താണോ ഇൻപുട്ട് അത് തന്നെ നമുക്ക് ഔട്ട്പുട്ടിലേക്ക് കിട്ടാൻ തുടങ്ങും. അപ്പോൾ അതിങ്ങനെ വന്നു.
അങ്ങനെ 5 വോൾട്ട് പീക്ക് ടു പീക്ക് ആയി, 12 ആയി, പിന്നെ 9, 8, 7, 6, വീണ്ടും 5 വോൾട്ടേജ് ആയി അല്ലേ? വീണ്ടും 5 വോൾട്ടേജ് ആയി. പിന്നെ 5 വോൾട്ടേജിനെക്കാളും കുറഞ്ഞു. 5 വോൾട്ടേജിനെക്കാളും കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? 5 വോൾട്ടേജിനെക്കാളും വീണ്ടും കുറഞ്ഞു കഴിഞ്ഞാൽ കാത്തോഡ് മറ്റേ എന്താ ആനോഡ് മോർ പോസിറ്റീവും കാത്തോഡ് നെഗറ്റീവാണ്. അപ്പോൾ ആനോഡ് മോർ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഡയോഡ് ഫോർവേഡ് ബയസ് ആയി. ഡയോഡ് ഫോർവേഡ് ബയസ് ആവുന്ന സമയത്ത് എന്താവും? ഇത് ഡയോഡ് ഷോർട്ട് സർക്യൂട്ട് ആവും. ഡയോഡ് ഷോർട്ട് സർക്യൂട്ട് ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണോ നമ്മുടെ ബാറ്ററി വോൾട്ടേജ് അതായിരിക്കും നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. അപ്പോൾ ഇതിന് ശേഷം എന്താണോ ബാറ്ററി വോൾട്ടേജ് അത് തന്നെയായിരിക്കും നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. ഓക്കെ, ഇങ്ങനെ വരും. സോ എല്ലാം കൂടി കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് വേവ് ഫോം എങ്ങനെ കിട്ടും? അതായത് ഇനീഷ്യലി അപ് ടു 5 വോൾട്ട് വരെ ഡയോഡ് എന്താവും? ഡയോഡ് വിൽ ബി ഷോർട്ട് സർക്യൂട്ടഡ്. അപ്പം നമുക്ക് ഔട്ട്പുട്ട് 5 വോൾട്ടേജ് കിട്ടും. പിന്നെ 5 വോൾട്ടേജ് കഴിഞ്ഞാൽ എന്താ? ഡയോഡ് ഓപ്പൺ സർക്യൂട്ട് ആവും. അപ്പം എന്താ? ഇൻപുട്ട് എന്താണോ അത് തന്നെ നമുക്ക് ഔട്ട്പുട്ടിലേക്ക് കിട്ടും. അങ്ങനെ ഈ ഇൻപുട്ട് പീക്ക് കഴിഞ്ഞ് വീണ്ടും കുറഞ്ഞ് വീണ്ടും 5 വോൾട്ടേജ് എത്തി. 5 വോൾട്ടേജിനെക്കാളും കുറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും എന്താവും? നമ്മുടെ ഡയോഡ് എന്താവും? ഷോർട്ട് സർക്യൂട്ട് ആവും. ഡയോഡ് ഷോർട്ട് സർക്യൂട്ട് ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? എന്താണോ ബാറ്ററി വോൾട്ടേജ് അത് തന്നെ നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടും. അതാണ് ഇവിടെ പ്ലോട്ട് ചെയ്തിരിക്കുന്നത്.